വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 സയൻസിൻ്റെ ചാപ്റ്റർ 2വിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മളിതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി പഠിച്ചതാണ്. അത് ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം. എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമുക്ക് ലെസണിലേക്ക് പോകാമേ. നമ്മൾ നേരത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സിനെ കുറിച്ചൊക്കെയാണ് പഠിച്ചത് ഫസ്റ്റ് പാർട്ടിൽ. ഇപ്പം നമ്മുടെ ലീഫിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ലീഫിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ലീഫ് ഇങ്ങനെ വരയ്ക്കുന്നു, അതിൻ്റെ നടുക്കൂടെ പോകുന്ന ഒരു ലൈനാണ് നമ്മൾ മിഡ് ഡ്രിബ് അല്ലെങ്കിൽ മിഡ് വെയിൻസ് എന്ന് പറയും. ഇനി ഇതുപോലെ മിഡ് റിബ് എന്ന് പറയുന്നതിനോട് ചേർന്നതാ ഇതുപോലത്തെ ചെറിയ ചെറിയ വരകളുണ്ട്. ഇതിനെ നമ്മൾ പറയുന്ന പേര് വെയിൻസ് എന്നാണ്. വെയിൻസ്. അപ്പോൾ ഈ വെയിൻസിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഈ വെയിൻസ് എന്ന് പറയുന്നത് 2 ടൈപ്പിലുണ്ട്. അതായത് നമുക്ക് വെയിൻസ് ഈ ഒരു പിക്ചർ കണ്ടോ, ഈ ഒരെണ്ണം, ഇതും 2 ലീഫിൻ്റെ പിക്ചറാണ്. ഇതിൽ ഒരെണ്ണത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിഡ് റിബ് അല്ലെങ്കിൽ മിഡ് വെയിൻസിനോട് ചേർന്ന് പോകുന്ന ലൈൻസ്, വെയിൻസ്, ഇതൊരു നെറ്റ്വർക്ക് പോലെ, അതായത് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ 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 ഒരു നെറ്റ് പോലെ ഇങ്ങനെ പോകും. അതായത് ഇങ്ങനെ ഇതിനൊരു ചെറിയ നെറ്റ്വർക്ക് പോലെ ഇങ്ങനെ പോകും. അതേസമയം ഇതിൻ്റേതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് പിക്ചറിൽ നമ്മൾ ഈ കാണുന്നത്, ഇതിൻ്റെ വെയിൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് 2 സൈഡിലേക്കും പോകും. അതായത് പാരലായിട്ട് പറയും. ഇപ്പം ഇതിന് ഈ വെയിൻസിൻ്റെ 2 രീതിയിലുള്ള ഫോർമേഷൻസ് ഉണ്ട്. 2 ടൈപ്പ് വെയിൻസ് ഉണ്ട്. അപ്പോൾ ദ പാറ്റേൺ ഓഫ് വെയിൻസ് ഓൺ ദ ലീഫ് ഈസ് കോൾഡ് വെനേഷൻ. നമ്മൾ ഈ വെയിൻസിൻ്റെ പാറ്റേൺസ്, അതിന് നമ്മൾ വെനേഷൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ 2 ടൈപ്പ് വെനേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റെറ്റിക്കുലേറ്റ് വെനേഷൻ. റെറ്റിക്കുലേറ്റ് വെനേഷൻ എന്ന് പറയുന്നതാണ് ഒരു നെറ്റ്വർക്ക് പോലെ, ഇങ്ങനെ നെറ്റ് പോലെ ഇങ്ങനെ പോകുന്നത്. അതായത് ഈ മിഡ്രിബിനോട് ചേർന്ന് ഇങ്ങനെ ഒരു വര, അതിൻ്റെ നെറ്റായിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതിനെ റെറ്റിക്കുലേറ്റ് വെനേഷൻ എന്നാണ് പറയുന്നത്. അതേസമയം പാരലൽ വെനേഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ ബനാനയിലും ഗ്രാസിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് പാരലൽ വെനേഷനാണ്. അപ്പോൾ അതിൻ്റെ വെയിൻസ് എല്ലാം ഇങ്ങനെ പാരലായിട്ട് 2 സൈഡിൽ നമുക്ക് പാരലായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ലീഫ് എടുത്ത് നോക്കിയാൽ മതി, വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഈ ലീവ്സിൻ്റെ ഒബ്സർവേഷൻ, എ നെറ്റ് ലൈക്ക് പാറ്റേൺ വെയിൻസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് തിക്ക് മിഡിൽ വെയിൻ. ദിസ് പാറ്റേൺ ഈസ് കോൾഡ് റെറ്റിക്കുലേറ്റ് വെനേഷൻ. And for example, leaves of the hibiscus exhibit reticulate venation. In some leaves you may observe that veins run parallel. This pattern is called parallel venation. An example, banana plant and grass ഒക്കെ parallel venation ആയിരിക്കും. ഇനി നമ്മൾ വെയിൻസിനെ കുറിച്ച് പറഞ്ഞു, ലീഫ് വെയിൻസ്. ഇനി റൂട്ട്സിനെ കുറിച്ച് പറയുവാണേ. അതായത് ഒരു ലീഫിൻ്റെ ഒരു പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ലീഫിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ വെനേഷനെ കുറിച്ച് പറഞ്ഞു. ഇനി റൂട്ടിൻ്റെ പറയുകയാണെ, നമ്മൾ പലതരത്തിലുള്ള പ്ലാന്റ്സ് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ 2-3 പ്ലാന്റ്സ് ഒന്ന് പിഴുത് നോക്കുക. ചെറിയ ഹേർബ്സ്, അല്ലാതെ നമുക്ക് ട്രീസ് ഒന്നും പിടാൻ പറ്റത്തില്ലല്ലോ. ഗ്രാസസും ഒക്കെ നമ്മളൊന്ന് നോക്കുക. എന്നിട്ട് അതൊന്ന് നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്തിട്ട് അതിൻ്റെ റൂട്ട്സ് ഒന്ന് നോക്കുക. റൂട്ട് നോക്കുമ്പോൾ 2 ടൈപ്പ് റൂട്ട്സാണ് നമുക്ക് മെയിനായിട്ടും കാണാൻ പറ്റുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയും. മറ്റേത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഈ ടാപ്പ് റൂട്ട് സിസ്റ്റവും ഫൈബ്രസ് റൂട്ട് സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്കറിയാമല്ലോ, മണ്ണിനടിയിലുള്ളതാണ് നമ്മളെപ്പോഴും റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്, മറ്റേതിന് മുകളിലുള്ളത് നമ്മൾ ഷൂട്ട് സിസ്റ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റൂട്ട് സിസ്റ്റത്തിൽ റൂട്ട് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ റൂട്ടിൽ, മണ്ണിനടിയിലുള്ള ഭാഗത്ത് ഒരു മെയിൻ റൂട്ട് വന്നിട്ട് ആ റൂട്ടിന് ഇതുപോലെ ചെറിയ വേരുകൾ വരുന്നതിനാണ് നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ പിക്ചർ ഒന്ന് വലുതാക്കി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഉണ്ടോ, മെയിനായിട്ടൊരു റൂട്ട്, അതായത് നേരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു റൂട്ടുണ്ട്, അതിന് എന്താണ് ചെറിയ റൂട്ടുകൾ പിന്നെ ഈ സൈഡിലേക്ക് വളർന്നിരിക്കുകയാണ്. അതേസമയം വേറൊരു റൂട്ട് കണ്ടോ, ഇതിൻ്റെ ബേസ് ഫോമിൽ നിന്ന്, അതായത് റൂട്ട് ഉണ്ടാകുന്ന ഭാഗത്തു നിന്ന് എല്ലാ റൂട്ടുകളും ഇങ്ങനെ ചർവറാന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെ നമ്മൾ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്നാണ്
പറയുന്നത്. അപ്പോൾ 2 ടൈപ്പ് റൂട്ട് സിസ്റ്റങ്ങളാണ് ഉള്ളത്. എന്തൊക്കെയാണ്? ടാപ്പ് റൂട്ട് സിസ്റ്റം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ദ റൂട്ട്സ് ഓഫ് ദ പ്ലാന്റ് കൺസിസ്റ്റ് ഓഫ് വൺ മെയിൻ റൂട്ട് ആൻഡ് സ്മോൾ സൈഡ് റൂട്ട്സ് റേസിങ് ഫ്രം ഇറ്റ്. ദിസ് മെയിൻ റൂട്ട് ഈസ് കോൾഡ് ടാപ്പ് റൂട്ട്. ആ മെയിൻ റൂട്ടിൽ നിന്ന് ചെറുതായിട്ട് റൂട്ട്സ് വരുന്നതിനാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് കോമൺ ഗ്രാസിനെ കുറിച്ചാണ്. ദ റൂട്ട് ഓഫ് ദിസ് പ്ലാന്റ് ആഫ്റ്റർ ദ ബഞ്ച് ഓഫ് സിമിലർ സൈസ് thin root arising from the base of the stem. Such roots are called fibrous root system. ഇനി നമ്മൾ വേറെ കുറേ ചെറിയ പ്ലാന്റ്സ് ഇതുപോലെ നമുക്ക് ഒബ്സർവ് ചെയ്യുകയാണേ. അതായത് ഇതിന് നിത്യകല്യാണി എന്ന് പറയുന്നതാണ്. ഇവർ മാരിഗോൾഡ്, നിത്യകല്യാണി, ലെമൺ ഗ്രാസ് ഇതൊക്കെയാണ് അവരെടുത്തിരിക്കുന്നത്. ചെറിയ സാപ്ലിങ്സ്, ചെറിയ പ്ലാന്റ്സ്. സാപ്ലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ബേബി പ്ലാന്റ്സ് എന്നാണ് അർത്ഥം കേട്ടോ. 5 കോമൺ പ്ലാന്റ്സ് ഓഫ് യുവർ സ്കൂൾ നഴ്സറി ആൻഡ് എനി അതർ നഴ്സറീസ്, അതൊക്കെ എടുത്തു നോക്കുകയാണ്. ബിഫോർ പ്ലാന്റിങ് ദം ഒബ്സർവ് ദ റൂട്ട് ആൻഡ് ദ വെനേഷൻ ഓഫ് ദ ലീഫ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ റൂട്ട്സും. നമ്മൾ 2 ടൈപ്പ് റൂട്ട് പറഞ്ഞു എന്നാണ്, ടാപ്പ് റൂട്ടും ഫൈബ്രസ് റൂട്ടും. 2 ടൈപ്പ് വെനേഷൻ പറഞ്ഞു. ഏതൊക്കെയാണോ? റെറ്റിക്കുലേറ്റ് വെനേഷനും പാരൽ വെനേഷനും. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുക. ഒരു ചെടി പിഴുതിട്ട് അതിൻ്റെ റൂട്ട് എങ്ങനെയാണ്, ആ റൂട്ടും ലീഫ് വെനേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാം നമുക്ക്. ഗ്രാസ് എടുത്ത് കളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാരലൽ വെനേഷനാണ്, അതിൻ്റെ റൂട്ട് സിസ്റ്റം ഫൈബ്രസ് ആണ്. അപ്പോൾ എന്താണ്? പാരലൽ വെനേഷൻ ഉണ്ടാകുന്ന എല്ലാ ചെടികളുടെയും റൂട്ട് സിസ്റ്റം എങ്ങനെയാണ്? ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണ്. ഇനി നമ്മളൊരു ഹിബിസ്കസ് എടുത്തെന്ന് വെച്ചോ. ഹിബിസ്കസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെനേഷൻ എങ്ങനെയാണ്? റെറ്റിക്കുലേറ്റ് ആണ് അല്ലേ? റെറ്റിക്കുലേറ്റ് വെനേഷനാണ്. അപ്പോൾ റെറ്റിക്കുലേഷൻ വെനേഷൻ ഇവിടെ റെറ്റിക്കുലേറ്റ് എന്ന് എഴുതുക. അപ്പോൾ അതിൻ്റെ റൂട്ട് സിസ്റ്റം എന്താണ്? ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. മിക്കവാറും എല്ലാ ട്രീസ് ഉണ്ടല്ലോ, ഇതിൻ്റെ എല്ലാം ടാപ്പ് റൂട്ട് സിസ്റ്റവും റെറ്റിക്കുലേറ്റ് വെനേഷനുമായിരിക്കും. റെറ്റിക്കുലേറ്റ് വെനേഷനും ടാപ്പ് റൂട്ട് സിസ്റ്റവുമായിരിക്കും ഏതിന്? എല്ലാ ടൈപ്പ് ട്രീസിനും. പിന്നെ ബനാന പ്ലാന്റ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്കറിയാം, ബനാന പ്ലാന്റ് ആണെങ്കിൽ അതിനെങ്ങനെയാണ്? പാരലൽ വെനേഷനാണ്, ഫൈബ്രസ് റൂട്ട് സിസ്റ്റവുമാണ്. മാംഗോ ട്രീ ആണെങ്കിലോ, മാംഗോയ്ക്ക് എങ്ങനെയാണ്? റെറ്റിക്കുലേറ്റ് വെനേഷനാണ്, ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് 3-4 ഇവിടെ പേരെഴുതി ചേർക്കുക, ഏത് വെനേഷനാണെന്നോ ഏത് റൂട്ട് സിസ്റ്റമാണെന്നോ കേട്ടോ. തനിയെ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം കേട്ടോ. ഒബ്സർവേഷനാണ് സയൻസ് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമേ. സദാബഹാർ എന്ന് പറഞ്ഞാൽ നിത്യകല്യാണി, പെരിവിങ്കിൾ പ്ലാന്റ് ഹാസ് എ ടാപ്പ് റൂട്ട് ആൻഡ് ദ ലീവ്സ് ഹാസ് റെറ്റിക്കുലേറ്റ് venation. Lemongrass on the other hand fibrous root and its leaves are parallel venation. And chickpea എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചപ്പയർ, ചെറുപയർ എന്ന് പറയും, അത് ചന, അതെന്ന് പറയുന്ന എക്സാമ്പിൾ ഓഫ് എ പ്ലാന്റ് വിത്ത് ടാപ്പ് റൂട്ട് ആൻഡ് റെറ്റിക്കുലേറ്റ് വെനേഷൻ. അപ്പോൾ ടാപ്പ് റൂട്ടും റെറ്റിക്കുലേറ്റ് വെനേഷനാണ്. വീറ്റ് ആണെങ്കിലോ, ഇറ്റ് ഈസ് എ പ്ലാന്റ് വിത്ത് ഫൈബ്രസ് റൂട്ട് ആൻഡ് പാരലൽ വെനേഷൻ. വീറ്റൊക്കെ നമ്മുടെ ഇതിൻ്റെ പേരുത്താണ്, ഗ്രാസിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. അത് ഫൈബ്രസ് റൂട്ടുമാണ്, പാരലൽ വെനേഷനുമാണ്. ഇനി നമ്മൾ സീഡിനെ കുറിച്ച് പറയുന്നത്. ഇനി സീഡും ഈ പറയുന്ന റെറ്റിക്കുലേറ്റ് വെനേഷനോ അല്ലെ പാരലൽ വെനേഷനോ ഫൈബ്രസ് റൂട്ടോ ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഈ കടലയും പയറും ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്താൽ പിറ്റേ ദിവസം അതിനെ 2 പാർട്ടായിട്ട് മാറ്റാം, ഇതുപോലെ. അതല്ലെങ്കിൽ ഈ പയറൊക്കെ കിളിച്ച് വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, കിളിച്ച് വരുമ്പോൾ മുകളിലോട്ട് ഒരു 2 ലൈറ്റ് പച്ച കളറിലുള്ള ഇച്ചിരി കട്ടി കൂടിയ ലീഫ് പോലെയുള്ള ഭാഗം, അത് കഴിഞ്ഞിട്ടാണ് ഇതുപോലെയുള്ള ചെറിയ ലീഫ് വരുന്നത്. ഇതാണ് ആദ്യം വരുന്നത്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് കോട്ടിലിഡൻസ്. ഇപ്പം കോട്ടിലിഡൻസിന് എടുക്കുന്ന നോക്കി ഇവിടെ 2 എണ്ണമായിട്ട് നമുക്ക് പറഞ്ഞ പോലെ കടലയും പയറും ഒക്കെ ആണെങ്കിൽ ഇതുപോലെ 2 ആയിട്ട് ആവും. പക്ഷേ നമുക്ക് മെയ്സ് ആണെങ്കിൽ അങ്ങനെ പറ്റത്തില്ല. മെയ്സ് ആണെങ്കിൽ ഇതുപോലെ വെള്ളത്തിലോട്ട് കുതിർത്താലും ഒന്നും ഇങ്ങനെ ഈ 2 ആയിട്ട് മാറി വരത്തില്ല. അത് മെയ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചോളം. അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ ഒറ്റ ഇതായിട്ടാണ്, നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്താലും ഇങ്ങനെ 2 ആയിട്ട് മാറത്തില്ല. ഇതിനെ നമ്മൾ മോണോ കോട്ട എന്നാണ് പറയുന്നത്.
അപ്പോൾ ഈ കോട്ടിലുഡൻസിൽ രണ്ടായിട്ട് മാറാവുന്നതുകൊണ്ട് ഡൈക്കോട്സ്. ഇതിനപ്പം നമ്മൾ പറയുന്ന പേരെന്താണ്? ഡൈക്കോട്സ്. രണ്ടെണ്ണം ഉണ്ടാവും. ഇത് പക്ഷേ മോണോക്കോട്ടാണ്. ഈ മോണോക്കോട്ടും ഡൈക്കോട്ടും ഈ വെനേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. You would notice that chickpea seeds are split into two. It is called each part is called cotyledon. Plants that have seeds with two cotyledons are called dicotyledons or dicots. നമ്മൾ ഈ ചിക്പി എന്ന് പറയുന്നത് അല്ലെ ചെറുപയർ, പയർ, കടല ഇതൊക്കെ ഡൈക്കോട്സ് ആണ്. And maize has a single thin cotyledon. Plants with such seeds are called monocotyledons or monocots. അപ്പം ഈ ഒറ്റയായിട്ട്, അതായത് രണ്ടായിട്ട് നമുക്ക് പുറത്ത് മാറ്റാൻ പറ്റാത്ത കോട്ടിലിഡൻസ് ഉള്ളതിനെ മോണോക്കോട്സ് അല്ലെ മോണോകോട്ടിലിഡൻസ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് റിലേഷൻ നോക്കുകയാണ്. റൂട്ട് സിസ്റ്റം. ഡൈക്കോട്ട് പ്ലാന്റ്സ് ഹാവ് റെറ്റിക്കുലേറ്റ് വെനേഷൻ ആൻഡ് ടാപ്പ് റൂട്ട് സിസ്റ്റം, വൈൽ മോണോക്കോട്ട് പ്ലാന്റ്സ് ഹാവ് പാരലൽ വെനേഷൻ ആൻഡ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇതേമാതിരി നമ്മൾ പഠിക്കുക. Dicot plants have reticulate venation and taproot system, while monocot plants have parallel venation and fibrous root system. അപ്പം നമ്മൾ ചിക്പി ആണെങ്കിൽ അത് ഡൈക്കോട്ട് പ്ലാന്റ് ആണ്, അതിന് റെറ്റിക്കുലേറ്റ് വെനേഷനുമാണ്, ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. പയറും അതുപോലെ തന്നെ. അതേസമയം മെയ്സ് ആണെങ്കിലും അത് മോണോക്കോട്ട് പ്ലാന്റ് ആണ്, പിന്നെ പാരലൽ വെനേഷനാണ്, ഫൈബ്രസ് റൂട്ട് സിസ്റ്റവും ആണ്. ഇനി അതുപോലെ നമ്മളിപ്പോൾ പ്ലാന്റ്സിനെ ഗ്രൂപ്പ് ചെയ്തില്ലേ, അതുപോലെ നമുക്ക് ആനിമൽസിനെ ഗ്രൂപ്പ് ചെയ്യാം. നമുക്കറിയാം ഇഷ്ടം പോലെ വൈഡ് വെറൈറ്റി ഓഫ് ആനിമൽസ് ആണ് നമുക്ക് ചുറ്റും ഉള്ളത്. അപ്പോൾ നമുക്കിനി ഇതിനെ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം എന്നുള്ളതാണ്. യു മേ ഹാവ് ഓൾസോ ഒബ്സർവ് ഹൗ അതർ ആനിമൽസ് മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. അതായത് ഓരോ ആനിമൽസ് എങ്ങനെ മൂവ് ചെയ്യുന്നു, അതിൻ്റെ രീതികൾ എന്തൊക്കെയാണ്. ഇങ്ങനെ നമ്മൾ ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്. യു ക്യാൻ ആഡ് മോർ ആനിമൽസ് ഇൻ യു ഹാവ് ഒബ്സർവ്, ക്രിയേറ്റ് എ പോസ്റ്റർ ഓൺ വെറൈറ്റി ഓഫ് ആനിമൽസ്. അത് പോസ്റ്റർ ഉണ്ടാക്കാനും ഒക്കെ ആനിമൽസിന് ഇവിടെ കണ്ടോ കുറേ ആനിമൽസിൻ്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. കരയിൽ ജീവിക്കുന്നതും വെള്ളത്തിൽ ജീവിക്കുന്നതും മരത്തിൽ ജീവിക്കുന്നു അല്ലേ. ഇപ്പോൾ ചില ആനിമൽസ് ആണെങ്കിൽ എവിടെയാണ്? മരത്തിലാണ് ജീവിക്കുന്നത്, ചിലത് ലാൻഡിലാണ്, ചിലത് വെള്ളത്തിലാണ്, ചിലത് ഇഴഞ്ഞ് നടക്കുന്നവയാണ്, ക്രൗളീസാണ്, ചിലത് പറന്ന് നടക്കുന്ന ബേർഡ്സിൻ്റെ കൂട്ടത്തിലാണ്, ഇൻസെക്ട്സിനെ പോലെ, ചിലത് കവും ഹ്യൂമൻ ബീങ്സും ഒക്കെ പോലെ നടക്കുന്നതാണ്. ഫിഷാണ് സ്വിം ചെയ്യുകയാണ്. അപ്പം ഫ്രോഗൊക്കെയാണ് ജമ്പ് ചെയ്ത് പോവാണ്. കാംഗ്രൂസ് ജമ്പ് ചെയ്യുക, അത് ഹോപ്പിംഗ് എന്നാണ് പറയുന്നത് കാംഗ്രൂസിൻ്റെ. അപ്പോൾ മൂവ്മെൻറ്റ്സിന് എല്ലാ ആനിമൽസിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ആനിമൽസും അതിൻ്റെ മൂവ്മെൻറ്റും പറഞ്ഞിട്ട് അത് ഏത് ബോഡി പാർട്ട് കൊണ്ടാണ് മൂവ് ചെയ്യുന്നത്. ആൻഡ് ആണെങ്കിൽ ലെഗാണ് ഉപയോഗിക്കുന്നത്, അത് വാക്ക് ചെയ്യുവാണ് കേട്ടോ. WALK വോക്ക്, നടന്നാണ് പോകുന്നത്. ഗോഡാണെങ്കിൽ വോക്ക് ആൻഡ് ജമ്പ് ചെയ്യും, ലെഗാണ് ഉപയോഗിക്കുന്നത്. പീജൻ ആണെങ്കിൽ ഫ്ലൈ ചെയ്യുക, വിങ്സ് ആണ് ഉപയോഗിക്കുന്നത്. ബട്ട് ഹൗസ് ഫ്ലൈ വോക്സ് ആൻഡ് ഫ്ലൈസ്, ലെഗ്സ് ആൻഡ് വിങ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഫിഷ് ആണെങ്കിൽ ഫിൻസ് ആണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? അത് സ്വിം ചെയ്യുകയാണ്, SWIM സ്വിം. ഇനി അതർ നമുക്ക് വേറെ ഏതൊക്കെ ജീവികളെ അറിയാമോ അതെല്ലാം നമുക്ക് എഴുതാം. ഇപ്പം മങ്കി എന്ന് എഴുതാം. മങ്കി എവിടെയാണ് ജീവിക്കുന്നത്? ട്രീയിലാണ്. അതെന്താണ് ഉപയോഗിക്കുന്നത്? അത് വോക്ക് ചെയ്യും അല്ലേ, വോക്ക് ചെയ്യും. പിന്നെ അതുപോലെ ക്ലൈംബ് ചെയ്യാറുണ്ട് മരത്തിലൊക്കെ അല്ലേ, എന്നിട്ട് ജമ്പ് ചെയ്യാറുണ്ട്. എന്താണ് അത് ഉപയോഗിക്കുന്നത്? ലെഗാണ് അതിൻ്റെ ബോഡി പാർട്ട് ഉപയോഗിക്കുന്നത് മങ്കി ആണെങ്കിൽ. കൗ ആണെങ്കിലോ, കൗ ആണെങ്കിൽ അതിൻ്റെ ലെഗാണ് ഉപയോഗിക്കുന്നത്. എന്താ അത് ചെയ്യുന്നത്? അത് വോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ക്രോ ആണെങ്കിലോ, ക്രോ ആണെങ്കിൽ വിങ്സ് ആണ് ഉപയോഗിക്കുന്നത്, അത് ഫ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. Different animals have different type of movement. Animals can fly, run, crawl, or walk, or hop, or jump, and so on. These animals are different body parts of moving from one place to another. They may use wings, legs, and other part head to move. Here we have identified animals based on the type of movement and the body parts of their movement. How can we group animals based on the movement? ഇനിയും ഓരോ ആനിമൽസും എങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്യുന്നത്, ഓരോ ബോഡി പാർട്ട് ഉപയോഗിക്കുന്നു. എല്ലാ ജീവികളും അതിൻ്റെ ഒരേ ബോഡി പാർട്ട് കൊണ്ടാണോ മൂവ് ചെയ്യുന്നത്? അല്ല. അഡീഷണലി മെനി ആനിമൽസ് ഡിഫർ ഫ്രം ഈച്ച് അതർ ഷേപ്പ്, സൈസ്, സ്ട്രക്ചർ. ഇനി നമുക്കതുപോലെ അറിയാം എല്ലാ ആനിമൽസിനും ഒരേ കളറാണോ, ഷേപ്പ് ഒരുപോലാണോ, അതുപോലെ സൈസ് ഒരുപോലാണോ?
അപ്പോൾ ഒരുപാട് നമുക്ക് ആനിമൽസിനെ ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് രീതിയിൽ പല ഫീച്ചേഴ്സിൽ നമുക്ക് പറ്റും. ലൈക്ക് പ്ലാന്റ്സ് ഗ്രൂപ്പിംഗ് ദ ആനിമൽസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഡൈവേഴ്സിറ്റി. ഈ ഡൈവേഴ്സിറ്റി വ്യത്യാസങ്ങൾ അറിയാൻ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ പരിചയപ്പെടുകയാണ്, ജാനകി അമ്മ. നോക്കിയേ, she was an Indian botanist dedicated to environmental work and helped to document and preserve India's rich plant biodiversity. She played a key role in Save Silent Valley movement. As a head of Botanical Survey of India, she initiated program to document the plant diversity of India. ഇപ്പോൾ ജാനകി അമ്മാൾ എന്ന് പറയുന്ന ബോട്ടാനിസ്റ്റ്, ഷീ ഈസ് ഫ്രം കേരള. കേരളത്തിൽ നിന്നാണ് ജാനകി അമ്മാൾ ബോട്ടാണിസ്റ്റായിട്ട് പോയത്. സേവ് സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ്, സൈലൻറ്റ് വാലി എന്ന് പറയുന്ന വളരെയധികം ബയോഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നടന്നു. അതിനെ ലീഡിങ് ചെയ്തിരുന്നത് ജാനകി അമ്മാളായിരുന്നു. 1897 to 1984 ആണ് കാലഘട്ടം, ജീവിച്ചിരുന്ന സമയം. എന്താണ് സേവ് സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ് എന്നൂടെ നമുക്ക് നോക്കാം. ദിസ് ഈസ് എ റിയൽ സ്റ്റോറി ഓഫ് ഫോറസ്റ്റ് ഇൻ പാലക്കാട് ഡിസ്ട്രിക്ട് ഓഫ് കേരള. ഇറ്റ് ഈസ് അബൌട്ട് പ്രിസർവിങ് അൺടച്ച്ഡ് ബ്യൂട്ടി ഓഫ് മോയിസ്റ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ആൻഡ് വിച്ച് ബയോഡൈവേഴ്സിറ്റി. സൈലൻറ്റ് വാലി എന്ന് പറയുന്ന സ്ഥലം ചീവീടുകളില്ലാത്ത സ്ഥലം ആയതുകൊണ്ടാണ് അതിന് സൈലൻറ്റ് വാലി എന്നാണ് പറയുന്നത്. ഇത് ക്രിക്കറ്റ്സ് ഇല്ലാത്തതുകൊണ്ട്. ഇത് വളരെയധികം ബയോഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലമാണ്. ഒരുപാട് പ്ലാന്റ്സും ഒരുപാട് ആനിമൽസും എല്ലാം എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്, നിത്യഹരിതവനമാണത്. The now famous Silent Valley was saved by a remarkable movement led by common people who were not residing in the vicinity of the forest. And the battle against the proposal of hydroelectric dam across the Kundipura river persisted for 10 years. At that time, people used all possible available means such as widespread awareness programs, letters to editors, articles in newspapers, seminars and petitions, and appeal in court. The movement was successful in saving the Silent Valley. സൈലൻറ്റ് വാലിയിലെ റിവറാണ്, സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന റിവറാണ് കുന്തിപ്പുഴ എന്ന് പറയുന്ന റിവർ. അപ്പോൾ കുന്തിപ്പുഴയിൽ ഒരു ഡാം, ഹൈഡ്രോ ഇലക്ട്രിക് ഡാം, അതായത് നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടുക്കിയിൽ ഉണ്ടാക്കിയിരിക്കുന്നില്ലേ ഹൈഡ്രോ ഇലക്ട്രിക് ഡാം, അതുപോലെ ഒരു ഡാം ഉണ്ടാക്കാനാണ് നിർദ്ദേശിച്ചത്. ഡാം ഉണ്ടാക്കുന്നതിന് ആൾക്കാർ എന്താ എതിർക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴേലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പം നമ്മളൊരു ഡാം ഉണ്ടാക്കുമെന്ന് വിചാരിക്കുക, ഇതുവഴി ഒഴുകുന്ന ഒരു റിവർ, ഇവിടെ ഞാൻ ഈ വെള്ളത്തിനെ കെട്ടി നിർത്തുന്ന ഒരു ഡാം ഉപയോഗിച്ച്. സോ എന്താ ചെയ്യുന്നത്? ഈ വെള്ളം പരന്നൊഴുകി ഇവിടെയെല്ലാം ഈ രണ്ട് സൈഡും നിറയും. അപ്പോൾ എന്താണ് പ്രശ്നം? ഈ ഇത്രയും ഭാഗത്ത് മാത്രമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന റിവർ, അല്ലെ ഇത്രയും ഭാഗത്തായിട്ടുണ്ടായിരുന്ന വെള്ളം ഇത്രയും ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്തു. അപ്പോൾ അവിടെയുള്ള ആനിമൽസും പ്ലാന്റ്സും ഒക്കെ എന്ത് ചെയ്യും? ഈ വെള്ളത്തിൽ മുങ്ങിപ്പോവും. ശരിയല്ലേ? അവർക്ക് അവിടെ പിന്നെ നിലനിൽപ്പില്ല. ആ വെള്ളത്തിൽ മുങ്ങി അതുങ്ങളൊക്കെ ഇല്ലാതായിപ്പോൾ അത്രയും ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടും എന്നുള്ളതാണ് ഈ ഒരു ഡാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പലപ്പോഴും എതിർക്കുന്നത്. അല്ലെ ഹൈഡ്രോ ഇലക്ട്രിക് ഡാമൊക്കെ പ്രൊജക്റ്റൊക്കെ വളരെ നല്ലതല്ലേ, പക്ഷേ ഇതുപോലെയുള്ള ബയോഡൈവേഴ്സിറ്റി ഏറെ ഉള്ള സ്ഥലത്ത് പണിയുമ്പോൾ അത് വളരെയധികം എതിർപ്പുകളെ നേരിടേണ്ടി വരും. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ ഡിഫറെൻറ്റ് സറൗണ്ടിങ്സ്. ഇനി പലതരത്തിലുള്ള പല സ്ഥലത്തുള്ള, അതായത് ഇപ്പം ഒരു സ്ഥലത്ത് സെയിം പ്ലാന്റ് ആയിരിക്കും, അല്ലെ സെയിം ആനിമൽ ആയിരിക്കും, പക്ഷെ പല സ്ഥലത്ത് ഇത് പല രീതിയിലായിരിക്കും. നോക്കാം നമുക്ക് അതിനെക്കുറിച്ച്. You might have observed during nature walk that the different animals live in different surroundings. And let us consider fish and goat as example. Fish live in water. They have streamlined bodies and fins for the movement in the water. എന്താണ് streamlined body നോക്കുക? അതായത് നമ്മൾ ഒരു ഫിഷിനെ വരച്ചു. ഈ ഫിഷിന് നോക്കിയേ, ഇതിനൊരു ഇങ്ങനത്തെ ഒരു കൂർത്ത, രണ്ടറ്റവും കൂർത്ത അല്ലേ, രണ്ടറ്റവും കൂർത്തിട്ട് ഒരു ബോഡി ഷേപ്പാണുള്ളത്. ഇതിനെയാണ് നമ്മൾ നമ്മുടെ വിമാനങ്ങൾക്കുള്ള ഷേപ്പില്ലേ, സ്ട്രീം ലൈൻഡ്. വിമാനങ്ങളുടെ ഷേപ്പ് അതുപോലെയാണ്, ഇങ്ങനെ രണ്ടറ്റവും കൂർത്തിട്ട് നടുഭാഗം അല്പം വീതിയുള്ള, ഇതിനെ നമ്മൾ സ്ട്രീം ലൈൻ ഷേപ്പ് എന്നാണ് പറയുന്നത്. ഫിഷിന് വളരെ സ്പീഡിൽ മൂവ് ചെയ്യാൻ, വെള്ളത്തിനെ
കട്ട് ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ ഈ ഷേപ്പ് വളരെയധികം സഹിക്കും. അതുകൊണ്ടാണ് നമ്മൾ എയറോപ്ലെയിന് ഈ ഷേപ്പ് വെച്ചേക്കുന്നത്. കാര്യം എയറിലൂടെ പോകുമ്പോൾ എയറിനെ കട്ട് ചെയ്ത് പോകണ്ടേ, അതുകൊണ്ട് സ്ട്രീം ലൈൻ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. ഗോഡ്സ് ലിവ് ഇൻ ഗ്രാസി ഏരിയാസ് ആൻഡ് മൂവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലെഗ്. ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ആനിമൽസ് ഓൾസോ ഡിഫർ ഫ്രം വൺ അനദർ. ഗോട്ടിന് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അതിന് കാല് വെച്ച് നടന്നു പോകാൻ നല്ല ആരോഗ്യമുള്ള കാല് മതി. കാര്യം ഗ്രാസൊക്കെ ഉള്ളിടത്ത് വേണം അതിന് ജീവിക്കാൻ, അല്ലേ? അപ്പോൾ അതിൻ്റെ ഷേപ്പ് അങ്ങനെയാണ്. കണ്ടോ, ഫിഷിൻ്റെ സ്വിം ഇൻ വാട്ടർ വിത്ത് ഹെൽപ്പ് ഓഫ് ഫിൻസ്. ഫിൻസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഈ ചിറകൾ വെച്ചാണ് അത് സ്വിം ചെയ്യുന്നത്. അതേസമയം ഗോട്ടിന് അതിൻ്റെ ആവശ്യമില്ല, അത് കാല് വെച്ച് നടന്നു പോവുകയാണ് ചെയ്യുന്നത്. Look at the table 2.6. Recreate similar table on the blackboard. List the name of the plants and animals or your classmates have observed these regions already know about. Few examples are given. ഇനി അതുപോലെ ഡെസേർട്ടിൽ ക്യാമലുണ്ടല്ലേ, മൗണ്ടനിൽ പ്ലാന്റ്സ് ഉള്ളതാണ് ഡിയോഡട്രീ. ദെൻ ഇൻ ഓഷനിൽ ഫിഷ്, ഫോറസ്റ്റിൽ ലയൺ. ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ, ഇപ്പം ഡെസേർട്ട്, മൗണ്ടന്, ഓഷന്, ഫോറസ്റ്റ്, പിന്നെ ഐസി പ്ലേസുകളുണ്ട് അല്ലേ, അതായത് പോളാർ റീജിയൻ. ഈ പോളാർ റീജിയനിൽ നമുക്ക് ഏതൊക്കെ, പോളാർ ബെയറൊക്കെ പോളാർ റീജിയനിലുള്ളതാണ്. ഇനി ഡെസേർട്ടിലുള്ള വേറെ ഏതെങ്കിലും ആനിമൽസിൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റും. നമുക്ക് നോക്കാം. ഇനി ഡെസേർട്ടിലാണെങ്കിൽ കാക്ടസ് പ്ലാന്റ് ഉണ്ടല്ലേ, കാക്ടസ് പ്ലാന്റ് ഉണ്ട്. ചില ഇതിലാണെങ്കിൽ ബബൂൾ ട്രീ ഉണ്ട്. ഇതൊക്കെ ഡെസേർട്ടിൽ വളരുന്നതാണ്. ഒപ്പം തന്നെ മൗണ്ടനിലാണെങ്കിൽ ആനിമൽസൊക്കെ ഉണ്ടല്ലേ, ബെയറൊക്കെ ഉണ്ട്, ബെയർ മൗണ്ടനിൽ. പിന്നെ പല ടൈപ്പ് ഗോട്ടില്ലേ, അതൊക്കെ മലകളിലുള്ള. ഇപ്പം നീലഗിരി താറൊക്കെ ആണെങ്കിൽ അതൊക്കെ മൗണ്ടനിലുള്ളതാണ്. ഇത് ഓഷനിൽ എന്തൊക്കെയാണ് ഉള്ളത്? വെയിൽസ് ഉണ്ടാവാം അല്ലേ, പിന്നെന്താണ്, പിന്നെ അതുപോലെയുള്ള വലിയ വലിയ ഫിഷസൊക്കെ ഉണ്ടാവാം ഓഷനിൽ. പിന്നെ കോറൽ റീഫ്, അതൊക്കെ നമുക്ക് ഓഷനിൽ കാണാൻ പറ്റും. ഫോറസ്റ്റിലാണ് ലയന്, ടൈഗർ, അങ്ങനെ ധാരാളമല്ല. പിന്നെ ഇവിടെ നമ്മൾ പോളാർ റീജിയനാണ് പറഞ്ഞത്. പോളാർ റീജിയനിൽ ഒരുപാട് ആനിമൽസ് ഉണ്ട്. ഈലെന്ന് പറയുന്ന ജീവിയൊക്കെ ഉള്ളത് അവിടെയാണ്. പെൻഗ്വിൻ ഉള്ളത് പോളാർ റീജിയനിലാണ്, പെൻഗ്വിൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതാം കേട്ടോ. ഇതൊക്കെ നിങ്ങൾ സ്വയം ഒബ്സർവ് ചെയ്യേണ്ട കേട്ടോ. What are your observations regarding plants and animals found in various regions? You might observe the table. The plants and animals found in the kind of region are different from those in another kind of region. A cactus with a thick and fleshy stem in desert. എന്താണ് കാക്ടസിന് ഇത്ര തിക്ക് ആൻഡ് ഫ്ലഷി സ്റ്റെം വരാൻ കാരണം? അവിടെ വെള്ളമില്ലാത്തപ്പം ഇതിന് ജീവിക്കാനുള്ള വെള്ളം എങ്ങനെയാണ്? ഇതുപോലെയുള്ള ഈ തിക്ക് സ്റ്റെമ്മിലാണ് ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. During the discussion, Alex recalled the observed cactus plant thick and fleshy stem. Maya shares that she saw deodar trees in the Himalayas of Himachal Pradesh. These trees are conical in shape and have flexible and sloping branches. ഈ ഡിയോഡർ ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊക്കെ വളരെ സ്നോയി ഏരിയാസിലാണ്. അതായത് സ്നോ ഒക്കെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൂർത്തിരിക്കുന്നതിൻ്റെ ശകലം വീണ് അതങ്ങ് താഴേക്ക് പോന്നോളും. ഈ ട്രീസിനെ അധികം ശല്യം ചെയ്യില്ല. There is very little water available in desert. A hot desert is typically very hot during the day and very cold at night. Therefore, you will find plants and animals in these areas can tolerate survive both the hot condition during the day and cold condition at night. ഡെസേർട്ടിൻ്റെ പ്രത്യേകത പറയുന്നത് രാത്രി ഭയങ്കര തണുപ്പും പകൽ ഭയങ്കര ചൂടും. അപ്പോൾ അവിടെയുള്ള പ്ലാന്റ്സിനും ആനിമൽസും ഈ എക്സ്ട്രീം ഹോട്ട്നെസ്സും എക്സ്ട്രീം കോൾഡ്നെസ്സും സഹിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ദ ഫ്ലഷി സ്റ്റെം ദ പ്ലാന്റ് ഫൗണ്ട് ദ ഡെസേർട്ട് ക്യാൻ സ്റ്റോർ വാട്ടർ ആൻഡ് ഹെൽപ്പ് ദം ടോളറേറ്റ് ദ ഹോട്ട് കണ്ടീഷൻസ് ഇൻ ഈച്ച് പ്ലേസസ്.
The mountains in extremely cold region experience frequent snowfall. In order to survive such conditions, some of the trees have the ability to let snow slide easily. Conical shape and sloping branches of deodar trees enable them to do easily. ഇനി മൗണ്ടൻസിൽ ഭയങ്കര തണുപ്പായിരിക്കും, ഞാൻ പറഞ്ഞല്ലോ മഞ്ഞ് പെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ മഞ്ഞ് പെയ്യുന്നത് ഈ കോണിക്കൽ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൂർത്തിരിക്കുന്നത് ഷേപ്പ് ആയതുകൊണ്ട് അതിന് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ സ്നോ അങ്ങ് താഴോട്ട് പോകും. You might have understood by now that biodiversity varies from region to region because of diverse conditions. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റിക് കണ്ടീഷൻ അല്ലെ ഡൈവേഴ്സ് കണ്ടീഷൻസ് അനുസരിച്ചാണ് പല പ്ലാന്റ്സും ആനിമൽസും ജീവിക്കുന്നത്. ഇനി ക്യാമൽ എന്ന് പറയുന്നതിന് നമുക്കറിയാം ക്യാമലിൻ്റെ പ്രത്യേകത എന്താ? ഡെസേർട്ട്, ഷിപ്പ് ഓഫ് ദ ഡെസേർട്ടാണ്. അതിന് കാലിന് നല്ല നീളമൊക്കെ നമ്മൾ ഡെസേർട്ടിൽ കാണുന്ന ക്യാമലിനെ കാണും അല്ലേ. ക്യാമൽ ലിവിങ് ഇൻ ദ ഹോട്ട് ഡെസേർട്ട് ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിലെ കാണുന്ന ക്യാമലിനാണ്. അതിൻ്റെ കാല് കണ്ടോ, വളരെ നീളമുള്ളതാണ്. പിന്നെന്താണ്, ഹമ്പ് കണ്ടോ, ഇത്തിരി വലിപ്പത്തിലുള്ള ഹമ്പാണ്. ക്യാമൽ ലിവിങ് ഇൻ കോൾഡ് ഡെസേർട്ട് ഇൻ ഓഫ് ലഡാക്ക്. ലഡാക്കിലുള്ള ഇതിൻ്റെ കണ്ടോ, ഇത് ചെറിയ ഹമ്പുകളാണുള്ളത് കണ്ടോ, ചെറിയ ഹമ്പാണ്. അതുപോലെ കാലിൻ്റെ നീളം നോക്കി വളരെ കുറവാണ്. എന്താ കാര്യം? ഇതിന് നല്ല ചൂടുള്ള സാൻഡിൽ നടന്നു പോകേണ്ടതാണ്. ഇതിന് ചൂടുള്ള സ്ഥലത്താണോ നടന്നുകൊണ്ടേ? നോക്കിയാൽ ഹെയർസ് തന്നെ നോക്കി, ക്യാമല എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഇതിൻ്റെ ഹെയർ കണ്ടോ. ഇതിൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ ഈ തണുപ്പുള്ള സ്ഥലത്ത് അതിന് തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഹെയർ, എത്രയും ഹെയറിൻ്റെ ആവശ്യം നമ്മുടെ ഈ രാജസ്ഥാൻ ഡെസേർട്ടിലുള്ള ക്യാമലിന് വേണ്ട. സോ ദ ക്യാമൽ ഇൻ ഹോട്ട് ഡെസേർട്ട് ഹാസ് എ ലോങ് leg and wide hooves. And Alex shared his grandmother told them that the long legs, wide hooves helped them camels to walk on the sandy desert without sinking the sand. On other hand, the height and legs of camels in cold desert is comparatively shorter than that of hot desert. These short legs allow them to walk easily in മൗണ്ടെയിനസ് റീജിയൻ. അപ്പം ഈ എങ്ങനെയാണ് ഹോട്ട് ഡെസേർട്ടിലെ ക്യാമൽസും കോൾഡ് ഡെസേർട്ടിലെ ക്യാമൽസും ഡിഫറെൻ്റ് ആയിരിക്കുന്നതെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. In desert, food is not available easily. Camels store food in their humps. The camels in the hot desert have one hump each that help them survive during the scarcity of hump. Camels in the cold desert have two humps each. These two humps shrink in late winters because there is not much food available in the cold desert and they have to use food stored in the hump during the time. Moreover, they grow long hair and head to neck and help them to survive cold winters of Ladakh. അപ്പോൾ ലഡാക്കിലെ ക്യാമൽസ് എങ്ങനെയാണ്? അതിന് രണ്ട് ഹമ്പുണ്ട്. പിന്നെ അതുപോലെ ഇതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് ഫുഡ് കിട്ടാൻ, ഭയങ്കര തണുപ്പുള്ള സ്ഥലമല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഈ ഹമ്പ് ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫുഡ് കിട്ടാൻ. പിന്നെ അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വിൻ്റർ ആകുമ്പോൾ ദീസ് ടു ഹംസ് ഷ്രിങ്ക് ഇൻ ടു ഇൻ ലേറ്റ് വിൻ്റേഴ്സ് ബിക്കോസ് ദർ ഈസ് നോട്ട് മച്ച് ഫുഡ് അവൈലബിൾ ഇൻ ദ കോൾഡ് ഡെസേർട്ട്. വിൻ്റർ ആയി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഈ ഹമ്പ് വളരെ പെട്ടെന്ന് ഷ്രിങ്ക് ചെയ്യുന്നത് കാര്യം എന്താ, അതിനകത്തുള്ള ഫാറ്റ് മൊത്തം അവരവരുടെ ബോഡിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയും നമ്മൾ as camels do not lose much water from their bodies, they can survive for many days without drinking water. അതുപോലെ ക്യാമൽസിൻ്റെ എക്സ്ക്രീഷനാണ് പറഞ്ഞത്. ക്യാമൽസ് എക്സ്ക്രീറ്റ് സ്മോൾ എമൗണ്ട് ഓഫ് യൂറിൻ ഡ്യൂറിങ് ദ ഡ്രൈ ആൻഡ് ദേ ഡു നോട്ട് സ്വെറ്റ്. ക്യാമൽസിന് അധികം വിയർക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ ഈ വളരെ കുറച്ച് യൂറിനെ പോകുക. കാര്യം എന്താ, അവർക്ക് വെള്ളം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുറച്ച് അത് യൂറിനേറ്റ് ചെയ്യും. പിന്നെ ഒത്തിരി ദിവസം അവർക്ക് വെള്ളം കുടിക്കാതെ ജീവിക്കേണ്ടി വരും, വെള്ളം ഇല്ലല്ലോ ഡെസേർട്ടിൽ. ഇനി മായ പറയുന്നത് റോഡോഡെൻഡ്രോൺസ് എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സിനെ പോലെയാണ്. ഇനി നീലഗിരീസിൽ ഈ റോഡോഡെൻഡ്രോൺസ് ഉണ്ട്. വളരെ എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷോർട്ടർ ഹൈറ്റ് ആൻഡ് ഹാവ് സ്മോളർ ലീവ്സ് ടു സർവൈവ് ത്രൂ ദ ഹെവി വിൻഡ്സ് ഓഫ് ദ മൗണ്ടൻ ടോപ്പ്. ഹവർ Prema, who is from Sikkim, mentioned that she was observed rhododendrons on the nearby mountains to taller. So even plants such as rhododendrons many exhibit different features. അത് പറയുന്നത് അതായത് നീലഗിരിയിൽ കാണുന്ന റോഡോഡെൻഡ്രോൺസ് ഇങ്ങനെയാണ്.
അതായത് ഒത്തിരി ഹൈറ്റൊന്നുമില്ല, കാര്യം ടോപ്പ് ഹില്ലിൽ നിൽക്കുന്ന ഭയങ്കര കാറ്റൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെയാണ്, ഈ ഷേപ്പിലാണ് നീലഗിരി. പക്ഷേ സിക്കിമിൽ റോഡോഡെൻഡ്രോൺസ് ഇങ്ങനെയാണ്, അല്പം കൂടി ഹൈറ്റായി. ഇവിടെ ചെറിയ ലീവ്സൊക്കെ, പക്ഷേ ഇവിടെയാണ് വലിയ ലീവ്സൊക്കെയാണ് ഉള്ളത്. Sagar tells the classmates that he went to the Andaman and Nicobar Islands, his parents for special event. He saw huge whales and colorful fish in the ocean. His father explained that streamlined body of fish make it easier for them swim in the water. അത് നമ്മൾ പറഞ്ഞതാണ്. അതായത് ഫിഷിൻ്റെ മൂവ്മെൻറ്റിന് ഏറ്റവും അനുയോജ്യമായ ബോഡി ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രീം ലൈനാണ്. We have learned that the plants and animals living in particular region have special features that make them fit to survive. These special features that enable plants and animals to survive a particular region are called adaptation. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഏതെങ്കിലും ഒരു റീജിയനിൽ, ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആനിമൽസിന് ആ പർട്ടിക്കുലർ റീജിയനിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ പർട്ടിക്കുലർ റീജിയനിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സ്, സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് അഡാപ്റ്റേഷൻ. The shape of the deodorary and the height of the rhododendrons and adaptation that enable from survive in the mountain region. The place where plants and animals live are called their habitat. ഇനി എന്താണ് ഹാബിറ്റേറ്റ് എന്നാണ്? അതായത് പ്ലാന്റ്സ് ആണെങ്കിലും ആനിമൽസ് ആണെങ്കിലും അവർ താമസിക്കുന്ന സ്ഥലം അല്ലെ അവർ ചുറ്റുപാട്, അതാണ് നമ്മൾ habitat എന്ന് പറയുന്നത്. For example, the habitat of turtle is sea or in the ocean. The habitat of the camel is hot or cold desert. And the habitat of rhododendrons is the mountains. The habitat of plants and animals provide them food, water, air, shelter and other needs for their സർവൈവൽ. അവർക്ക് ജീവിക്കാൻ വേണ്ടി എല്ലാ വസ്തുക്കളും കൊടുക്കുന്നത് ചുറ്റുപാടിൽ നിന്നാണ്. അതിനെയാണ് നമുക്ക് ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്. മെനി ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് may share the same habitat. Habitat plays an important role in shaping the biodiversity of a region. ഒരു പ്രത്യേകിച്ചുള്ള ഒരു സ്ഥലത്ത്, ഇപ്പോൾ ഓഷനിൽ വെയിൽസ് മാത്രമാണോ? അല്ലല്ലോ, ധാരാളം ഫിഷസ് ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ പ്ലാന്റ്സ് എല്ലാം അവിടെ താമസിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ലാൻഡിൽ എന്തോരം ജീവികളാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇന്ന ജീവി എന്നൊന്നുമില്ല, അവനെ അതിൻ്റെ ശരീരപ്രതി അതിൻ്റെ ജീവിതത്തിന് സാഹചര്യം ഉണ്ടെങ്കിൽ ഒരുപാട് ആനിമൽസും പ്ലാന്റ്സും ഒക്കെ ആ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വേറൊരു സയൻറ്റിസ്റ്റിനെ കുറിച്ച് പറയുകയാണ്, സലീം അലി. Traveled across India to observe diversity in birds. He prepared a list of birds and documented their travel routes and habitat. He recorded regions with high diversity of birds and took measures to conserve these regions. Keolado National Park in Bharatpur, Rajasthan and Renganath, the two bird sanctuary in Mandya, Karnataka are examples of regions he preserved. അദ്ദേഹം സലീം അലി എന്ന് പറയുന്ന ആൾ ബേർഡ് നിരീക്ഷകൻ, അതായത് പക്ഷി നിരീക്ഷകനായിരുന്നു. അദ്ദേഹത്തിന് വളരെയധികം എന്താ പറയുന്നത്, കൺസേർവ് ചെയ്ത സ്ഥലങ്ങളാണ് ഈ പറയുന്ന നാഷണൽ പാർക്കുകൾ. ഹി റോട്ട് എ ലാൻഡ്മാർക്ക് സീരീസ് ഓഫ് 10 books ഓഫ് ബേർഡ്സ് ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ്. ഏകദേശം 10 ബുക്കുകൾ ബേർഡ്സിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അദ്ദേഹത്തിന് പത്മവിഭൂഷൺ 1976 കിട്ടിയിട്ടുണ്ട് കേട്ടോ. What are the different ways to can group? നമ്മളിപ്പം കണ്ടല്ലോ പലതരത്തിൽ ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഗ്രൂപ്പ് ചെയ്ത്. ഇവിടെ പറയുന്നത് ദ ലിവ് ഓൺ ലാൻഡ് ആൻഡ് ദ ലിവ് ഇൻ വാട്ടർ. അത് നമുക്ക് ചെയ്യാൻ പറ്റും. ദ പ്ലാന്റ്സ് ദാറ്റ് ആനിമൽസ് ദ ലിവ് ഇൻ ലാൻഡ് ആർ കോൾഡ് ടെറസ്ട്രിയൽ ഹാബിറ്റേറ്റ്. സം എക്സാമ്പിൾസ് ടെറസ്ട്രിയൽ ഹാബിറ്റേറ്റ് ആർ ഫോറസ്റ്റ്, ഡെസേർട്ട്, ഗ്രാൻഡ്ലാൻഡ്സ് ആൻഡ് മൗണ്ടൻസ്. അതായത് ലാൻഡ് ഏരിയ. ഇതിനെ നമ്മൾ ടെറസ്ട്രിയൽ ഹാബിറ്റേറ്റ്സ് ആണെന്ന് പറയുന്നത്. അതായത് ഗ്രാസ് ലാൻഡിലോ ഡെസേർട്ടിലോ ഫോറസ്റ്റിലോ ഒക്കെ ജീവിക്കുന്ന ജീവികളെ ടെറസ്ട്രിയൽ ഹാബിറ്റേറ്റ് എന്നാണ് അവരുടെ ഹാബിറ്റേറ്റിൻ്റെ പേര്. ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ദാറ്റ് ലിവ് ഇൻ ദ വാട്ടർ ആർ കോൾഡ് അക്വാറ്റിക് ഹാബിറ്റേറ്റ്. വെള്ളത്തിൽ ജീവിക്കുന്ന ആനിമൽസും പ്ലാന്റ്സും അവരുടെ ഹാബിറ്റേറ്റിൻ്റെ പേരെന്താണ്? അക്വാറ്റിക് ഹാബിറ്റേറ്റ്. സം എക്സാമ്പിൾസ് ഓഫ് അക്വാറ്റിക് ഹാബിറ്റേറ്റ് ആർ പോണ്ട്, ലേക്ക്, റിവേഴ്സ് ആൻഡ് ഓഷ്യൻസ്. സം ആനിമൽസ് സച്ച് ആസ് ഫ്രോഗ് ലിവ് ഇൻ വാട്ടർ ആസ് വെൽ ആസ് ലാൻഡ്. ദേ ആർ കോൾഡ് അംഫീബിയൻസ്. ഉഭയജീവികൾ എന്ന് പറയും. അതായത് അതിന് വാട്ടറിലും ലാൻഡിലും ജീവിക്കാൻ പറ്റും. വാട്ട് ഷുഡ് ഹാപ്പൻ ഇഫ് ഹാബിറ്റേറ്റ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഡാമേജ്? ഇനി ഈ ഹാബിറ്റേറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. എന്ത് സംഭവിക്കും? ജീവികൾക്കൊന്നും ജീവിക്കാൻ സ്ഥലമില്ലാതാവും അല്ലേ?
Check in with your parents, grandparents, and neighbors to know about plants, birds, insects, and other animals they used frequently in their child but do not see often now. ഇനി നമ്മൾ പറയുന്നത് പണ്ടുണ്ടായിരുന്ന പല ജീവികളും ഇന്നില്ല, ശരിയല്ലേ? നിങ്ങൾ പാരൻസിനോടൊക്കെ ചോദിച്ചാൽ മതി, അവരുടെ കുഞ്ഞിലെ ഏതൊക്കെ ജീവികളുണ്ട്. പല ജീവികളും ഇന്നില്ല. കാര്യം എന്താണ്? അവർക്ക് അവരുടെ ഹാബിറ്റേറ്റൊക്കെ ഡാമേജ് ആയിപ്പോയിട്ടുണ്ട്. അവരുടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മളായിട്ട് ഇല്ലാതാക്കി. നമ്മൾ നമ്മുടെ പുതിയ സാധനങ്ങൾ, അതായത് ഭയങ്കര ബിൽഡിങ്ങുകളും ഒക്കെ കെട്ടി റിസോർട്ടുകളും ഒക്കെ പണിത് അവരുടെ ഹാബിറ്റേറ്റ് ഇല്ലാതായി. അപ്പം അങ്ങനെ എല്ലാം വെട്ടി നശിപ്പിച്ച് ഇല്ലാതാക്കിയും നമ്മൾ എന്താ സംഭവിക്കുന്നത്? ഈ പാവ ആനിമൽസിനും പ്ലാന്റ്സിനും ഫുഡില്ല, ഹോമില്ല, ഒന്നുമില്ലാതാവും. അങ്ങനെ ഈ ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടും. നമ്മുടെ ഈ ഭൂമിയിലെ ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടും. ഒരു എക്സാമ്പിളാണ് പറയണത്. അതായത് ബംഗാൾ ടൈഗർ, ചീറ്റ, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്നത് ഈ ബേർഡാണ് കേട്ടോ. ഇതെല്ലാം എണ്ണത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ഇനിഷ്യേറ്റഡ് സെവറൽ project to conserve biodiversity. Project Tiger initiated 1973 to protect the declining population. ഇതിൻ്റെയൊക്കെ പോപ്പുലേഷൻ കുറയുന്നതിൻ്റെ കാര്യത്തിൽ എന്താണ് നമ്മുടെ ഗവൺമെൻറ് പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ആൻഡ് ചീറ്റ റീഇൻട്രൊഡക്ഷൻ project was initiated in 2022 to restore the population of cheetahs. Similarly, habitat of Great Indian Bustard have been declared to protect areas of states of Gujarat, Rajasthan and Maharashtra. ഈ സ്ഥലത്തിലൊക്കെയാണ് ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിന് വേണ്ടിയിട്ട് പ്രത്യേകം നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത്. ട്രഡീഷണലി പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്, സേക്രഡ് ഗ്രോസ്. സേക്രഡ് ഗ്രോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ കാവുകൾ എന്ന് പറയും. പണ്ടുള്ള ആൾക്കാർ പറയത്തില്ലേ, കാവും കുളവും തീണ്ടരുത്. എന്താ കാര്യം? നമ്മൾ കാവിനെയും കുളത്തിനെ ആവശ്യമില്ലാതെ നോവിക്കരുതെന്നാണ് പറയുന്നത്. ഈ കാവും കുളവുമാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ നിയന്ത്രിക്കുന്നത്. സേക്രഡ് ഗ്രോവ്സ് ആർ അൺഡിസ്റ്റർബ്ഡ് പാച്ചസ് ഫോറസ്റ്റ്. Their sizes may vary from quite small to very large. The sacred groves are found in all over India. They are home to different kinds of plants and animals, including numerous medicinal plants. ഈ കാവുകളിൽ ധാരാളം പ്ലാന്റ്സും ആനിമൽസും മാത്രമല്ല, മെഡിസിനൽ പ്ലാന്റ്സും ഉണ്ട്. These are protected by the local community and no one is allowed to harm any animals to cut the trees in the groves. നമുക്കറിയാം, നമ്മുടെയൊക്കെ അടുത്ത് കാവുകളുണ്ടെങ്കിൽ അവിടെ ആവശ്യമില്ലാതെ നമ്മൾ കയറി ചെല്ലാൻ പോലും കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ, അല്ലെ ചുറ്റുമുള്ള ആൾക്കാർ സമ്മതിക്കത്തില്ല. എന്താ കാര്യം? അതൊരു ട്രഷർ ഓഫ് ബയോഡൈവേഴ്സിറ്റി ആയിട്ടാണ് കാണുന്നത്, സേക്രഡ് ഗ്രോസ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്ത് ഏതെങ്കിലും സേക്രഡ് ഗ്രോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാം കേട്ടോ. നമുക്ക് അത് പോയി കാണാം. കാണുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അതിനകത്തിലെ ഉള്ള ജീവികളെ ഒന്നും നമുക്ക് കൂടുതൽ ഉപദ്രവിക്കരുത്. ഏറ്റവും കൂടുതൽ ആനിമൽസ് ഈ സ്ഥലത്തിൽ സേക്രഡ് ഗ്രോവ്സിൽ ഉണ്ടാവും. ഈ വെസ്റ്റേൺ ഗാർഡ്സിലാണ് ഏറ്റവും കൂടുതൽ സേക്രഡ് ഗ്രോവ്സ് ഉള്ളത്, പശ്ചിമഘട്ടങ്ങളിൽ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. നമുക്ക് പുതിയൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും വളരെ പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ.